എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു കാര്യം ആണ് പറയാൻ വരുന്നത്. എൻ്റെ അമ്മയുടെ ഒരു ഓർമ്മക്കുറിപ്പ് വായിച്ചു കേൾപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ ഓർമ്മക്കുറിപ്പ് വായിച്ച് കേൾപ്പിക്കുമ്പോൾ മുമ്പ് എൻ്റെ അമ്മയെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണം. അമ്മ ജനിച്ചത് 1931 ആലപ്പുഴയിൽ അമ്മ താമസിച്ചിരുന്ന വീടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ആ വീട്ടിൽ താമസിക്കുമ്പോൾ അമ്മ പഠിച്ച സ്കൂള് ആലപ്പുഴയിലെ സനാതന ധർമ്മ പാഠശാലയിലാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും ഹിന്ദുയിസത്തിലെ കഥകളും ക്രിസ്ത്യാനികളുടെ കഥകളും എല്ലാം അറിയായിരുന്നു. ബൈബിൾ കഥകളും പഴയ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ കഥകളും ഒക്കെ ഞങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഒരു റിലീജിയസ് ബാരിയർ ഒന്നും ഒരു കാലത്തും ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അമ്മ അങ്ങനെ അവിടെ പഠിച്ച് കഴിഞ്ഞിട്ട് അമ്മ പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് CMS കോളേജിൽ പോയി. അന്ന് കുറച്ച് കോളേജുകളേ ഉള്ളൂ. അമ്മ കോട്ടയം CMS കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ആലുവ UC കോളേജിൽ മാത്തമാറ്റിക്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞ ഉടനെയാണ് അപ്പച്ചനെ കല്യാണം കഴിച്ചത്. അമ്മ പിന്നെ അവരുടെ വീട്ടുകാര് ആലപ്പുഴയിൽ നിന്നും മാറി മാരാമണ്ണ് പാലക്കുന്നത്ത് മണിയിലേത്ത് എന്ന പേരുള്ള ഒരു വീട് അവർ തന്നെ നിർമ്മിച്ച് അവിടെയാണ് പിന്നീട് താമസിച്ചത്. ആ വീടും ഇപ്പോൾ ഉണ്ടെന്നാണ് രണ്ട് വീടുകളും ഇപ്പോഴും നിലകൊള്ളുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. മാരാമണ്ണ വീട് വലിയ ഗേറ്റൊക്കെ ഇട്ട് അടച്ചിരിക്കുകയാണ്, അതാരോ വാങ്ങിച്ചവര്. അത് കാരണം അത് കാണാൻ പറ്റത്തില്ല. എന്നാൽ ആലപ്പുഴയിലെ വീട് റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണും. എന്നാലും മാരാമണ്ണ വീടിന്റെ ഒരു പടമാണ് കാണുക. കോളേജിൽ അമ്മയുടെ കൂടെ പഠിച്ച ആളുകളുടെ ചില ഗ്രൂപ്പ് ഫോട്ടോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ തംബ്നെയിലായിട്ട് അവരുടെ സ്വാതന്ത്ര്യ സമരം ജാഥയുടെ ഒരേ ഒരു പടം, ഒരു ഫേഡഡ് പടം അമ്മയുടെ ആൽബത്തിലുണ്ടായിരുന്നു. അതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഓർമ്മക്കുറിപ്പുകളിലേക്ക് നമുക്ക് കടക്കാം. സംഭവ ബഹുലവും ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ രസകരവുമായിരുന്നു CMS കോളേജിലെ 1946 തൊട്ട് 48 കാലയളവിലെ വിദ്യാർത്ഥി ജീവിതം. ഗാന്ധിജി, നെഹ്റു ഇവരുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം. തിരുവിതാംകൂറിൽ അന്ന് വിരലിലെണ്ണാവുന്ന കോളേജുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ കോളേജും പ്രസിദ്ധമായവ ആയിരുന്നു. CMSലെ പ്രിൻസിപ്പൽ PC ജോസഫ് സാറ് കുട്ടികളുടെ മനസ്സറിയുന്ന ന്യായമായ കാര്യങ്ങളിൽ കുട്ടികളോട് ഒത്തുചേരുന്ന ഒരു മഹാനായിരുന്നു. അതിനാൽ തിരുനക്കര മൈതാനത്ത് കൂടെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളുടെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗങ്ങളും നടന്നിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് CM സ്റ്റീഫൻ മുതലായവരുടെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ പോകുമായിരുന്നു. അത് പ്രിൻസിപ്പൽ അലോ ചെയ്യുമായിരുന്നു എന്ന സാരം. അങ്ങനെ ഞങ്ങളിലും സ്വാതന്ത്ര്യ ചിന്ത നിറഞ്ഞിരുന്നു. 2 വർഷത്തെ ഇന്റർമീഡിയറ്റ് പഠിത്തത്തിന്റെ കാലയളവിൽ 4 പ്രാവശ്യം കോട്ടയം പട്ടണത്തിൽ കൂടെ ചുറ്റിക്കറങ്ങി വിദ്യാർത്ഥി ജാഥയിൽ പങ്കുകൊണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നാമത്തേത് 1-ാം വർഷം ജയ് വിളിച്ചും മുദ്രാവാക്യം മുഴക്കിയും ജാഥയായി പോയതും സെയിന്റ് ആൻഡ് സ്കൂളിൽ അതിക്രമിച്ചു കയറി ക്ലാസ്സിലിരുന്ന കുട്ടികളെ ഇറക്കി വിട്ടതും നേരിയ ഓർമ്മയുണ്ട്. വീണ്ടും 2-ാം വർഷം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ജൂനിയറായി പഠിച്ചിരുന്ന ജയ മണിയും അവര് ഇപ്പോൾ ഡോക്ടേഴ്സാണ്, പെൺകുട്ടികളുടെ ലീഡറായി 1 രൂപ ടിക്കറ്റ് വാങ്ങി എല്ലാവരും യൂത്ത് കോൺഗ്രസ് മെമ്പേഴ്സായി. ആൺകുട്ടികളുടെ ലീഡർ മിസ്റ്റർ പത്മനാഭൻ, ജൂനിയർ ടു അസ്, കാരൂർ നീലകണ്ഠ പിള്ളയുടെ അനന്തരവനാണെന്ന് തോന്നുന്നു. തീയതിയും മാസവും ഓർക്കുന്നില്ല. പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മിസ്റ്റർ PT ചാക്കോ ആയിരുന്നു. ഒരു ദിവസം രാവിലെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സ്റ്റുഡൻസ് എല്ലാവരും അസംബ്ലി ഹാളിൽ ഒത്തുകൂടി. ആവേശം കൊള്ളിക്കുന്ന പ്രസംഗങ്ങൾക്ക് ശേഷം
വോളണ്ടിയേഴ്സായി പലരും അവരവരുടെ രക്തത്തിൽ ഒപ്പിട്ട് കൊടുത്തു. പ്രിയപ്പെട്ട പലരും ഒപ്പിടുന്നത് കണ്ട് മനസ്സിൽ ഭീതിയും അത്ഭുതവും തോന്നി. പ്രസംഗമധ്യേ നേതാക്കൾ പറഞ്ഞു, വൻപിച്ച വിദ്യാർത്ഥി ജാഥ നടത്തണം എന്നാണ് തീരുമാനം എന്ന്. ചിലപ്പോൾ ലാത്തി ചാർജും ചിലപ്പോൾ വെടിവയ്പും ഉണ്ടായേക്കാം. ലാത്തിയടി ഉണ്ടായാൽ എല്ലാവരും ചിന്നിച്ചിതറി ഓടാതെ അതത് സ്ഥലത്ത് റോഡിൽ കുത്തിയിരിക്കുക. അഥവാ വെടിപ്പാണ് നടക്കുന്നതെങ്കിൽ പരിഭ്രമിക്കാതെ കമിഴ്ന്നു കിടക്കുക. ബോലോ ഭാരത് മാതാ കി ജയ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കി ജയ്, മഹാത്മാഗാന്ധി കി ജയ് എന്ന എല്ലാവരും കൂടെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ശേഷം വരിവരിയായി എല്ലാവരും കോളേജിൽ നിന്ന് പുറപ്പെട്ടു. ഏറ്റവും മുൻപിൽ പത്മനാഭൻ ഗാന്ധി തൊപ്പിയും ഖദർ ജുബായും മുണ്ടും കണ്ണടയും ധരിച്ച് വലിയ ഒരു ത്രിവർണ പതാകയും പിടിച്ച് ജാഥ നയിച്ചു. അതിന് തൊട്ടു പിന്നിൽ സേവാസദനത്തിലെ ഖദർധാരികളായ ചെറിയ കുട്ടികളും അധ്യാപികമാരും നീങ്ങി. പിന്നിൽ വിദ്യാർത്ഥിനികൾ 2 പേരായും ഒടുവിൽ വിദ്യാർത്ഥികളും 2 പേരായും കീജെ വിളിച്ചും സമരഗാനങ്ങൾ പാടിയും മുൻപോട്ട് നീങ്ങി. കോളേജ് ഗേറ്റ് കടന്ന് കോളേജിന് മുമ്പിലുള്ള റോഡിലെത്തിയപ്പോൾ കാണാം നിരനിരയായി തോക്ക് പിടിച്ച പട്ടാളവും അവരുടെ മേലുദ്യോഗസ്ഥരും. മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിലായി. ചലോ ചലോ ഭക്തി വിലാസ്, ഉസ്മാൻ ഗോ ബാക്ക് എന്നൊക്കെ കുട്ടികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഭക്തിവിലാസ് CPയുടെ വാസസ്ഥലമാണെന്നും ഉസ്മാൻ പോലീസ് മേധാവി ആണെന്നും ചലോ ചലോ ഭക്തിവിലാസ് എന്നാൽ ഭക്തിവിലാസത്തിലേക്ക് പോകണം എന്നൊക്കെയാണെന്നും പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ജാഥ മെയിൻ റോഡിൽ കടക്കാതെ കോളേജ് ഗേറ്റിന് മുൻപിലുള്ള റോഡിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ പ്രിൻസിപ്പളും പ്രധാന അധ്യാപകരും പോലീസ് മേധാവികളുമായി വളരെ നേരം ചർച്ച ചെയ്യുന്നത് കണ്ടു. PC ജോസഫ് സാറ് കുട്ടികൾക്ക് വേണ്ടി അപേക്ഷിക്കുകയായിരുന്നു. ഇതൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. സാറിന്റെ അപേക്ഷ അനുവദിച്ചു. യാതൊരു കലാപവും ഉണ്ടാക്കാതെ ജാഥ നീങ്ങിയാൽ പോലീസ് മർദ്ദിക്കുകയില്ലെന്ന് ഉറപ്പ് സാർ വാങ്ങി. ഉടൻ തന്നെ വോളണ്ടിയേഴ്സ് വന്ന് പെൺകുട്ടികൾ മുൻപോട്ട് നീങ്ങിക്കൊള്ളാൻ പറഞ്ഞു. മുദ്രാവാക്യം മുഴകിക്കൊണ്ട് പെൺകുട്ടികൾ മുൻപോട്ട് നീങ്ങി. കോളേജ് ഗേറ്റിന് മുമ്പിലുള്ള റോഡ് കഴിഞ്ഞ് എല്ലാവരും മെയിൻ റോഡിലെത്തി. അപ്പോൾ വോളണ്ടിയേഴ്സ് ഓടി വന്ന് പറഞ്ഞു, എല്ലാവരും ഇരിക്കുക, മുൻപോട്ട് പോകരുത്. ഒരു പക്ഷേ ഗേൾസിനെ മാറ്റിയിട്ട് ബോയ്സിനെ ലാത്തി ചാർജ് ചെയ്തേക്കും, ഭയപ്പെടരുത്, ഓടരുത് എന്നൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടായില്ല. പ്രിൻസിപ്പാളിന്റെ സമാധാന ദൗത്യം ഇവരറിഞ്ഞിരുന്നില്ലല്ലോ. എല്ലാവരും ഭയത്തോടെ ഇരുന്നുവെങ്കിലും മുദ്രാവാക്യങ്ങൾ മുഴക്കി കുറച്ചു കഴിഞ്ഞ് ജാഥ നീങ്ങാൻ അടിൽപ്പ് കിട്ടി. ജാഥ മുൻപോട്ട് പൂർവാധികം ഉശിരോടെ നീങ്ങി. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് CPക്കെതിരായുള്ള മുദ്രാവാക്യങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ചൽ ചൽ നൗജവാൻ എന്ന ഒരു ട്യൂണിൽ CP പോകണം, സർ CP പോകണം, പട്ടരെ ഭവാൻ പടുവൃദ്ധനാണോ, കെട്ടുകെട്ടിടോ, മൈലാപ്പൂർക്ക് പോകടോ എന്നും മൈലാപ്പൂരും പട്ടരും നമ്മെ ഭരിക്കണോ, അയ്യയ്യോ വേണ്ടായോ വേണ്ടായോ വേണ്ടായോ, പട്ടത്തെ ബന്ധിച്ച പട്ടർ ഭരിക്കണോ, അയ്യയ്യോ വേണ്ടായോ വേണ്ടായോ എന്നൊക്കെ പാടിയും ഭാരതമാതാ കി ജയ് വിളിച്ചും കോട്ടയത്തെ തെരുവീതികൾ നിറഞ്ഞു തന്നെ ജാഥ നീങ്ങി. റോഡിനിരുവശത്തും ബന്ധുക്കളും സ്നേഹിതരുമായ കോട്ടയം നിവാസികൾ മിതിങ്ങിക്കൊണ്ട് ഇരുന്നു. കുറച്ചു ദൂരം പിന്നിടുമ്പോൾ പട്ടാള വണ്ടി നമ്മുടെ സൈഡിലെത്തും. അപ്പോൾ എല്ലാവരും റോഡിൽ ഇരുന്ന് ഉച്ചത്തിൽ ഭാരതമാതാ കി ജയ് വിളിക്കും. പട്ടാള വണ്ടി വരുമ്പോൾ സഹോദരരായ വോളണ്ടിയേഴ്സ് ഓടി വന്ന് കൈകോർത്ത് നമ്മുടെ സുരക്ഷാ വലയം സൃഷ്ടിക്കുമായിരുന്നു. കുറെ പ്രാവശ്യമായപ്പോൾ വാനിലിരുന്ന പട്ടാളം കുട്ടികളെ നോക്കി ചിരിക്കും. അവരും ഭാരതമാതാവിന്റെ മക്കളല്ലേ. പദം പദം ഉറച്ചു നാം എന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടിയിടണം എന്നൊക്കെ പാടിക്കൊണ്ട് ഒടുവിൽ തിരുനക്കര മൈതാനത്തിൽ ജാഥ അവസാനിച്ചു. പൊതുയോഗത്തിന് ശേഷം എല്ലാവരും മടങ്ങി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. സ്വാതന്ത്ര്യ സമരത്തിൽ എനിക്ക് ഒരു പങ്കുണ്ട് എന്ന് അഭിമാനത്തോടെ 14-ാം തീയതി വൈകുന്നേരം തന്നെ ഞങ്ങൾ അറിയാവുന്ന വീടുകളിലെല്ലാം കയറിയിറങ്ങി വെള്ള, ചുമപ്പ്, ഓറഞ്ച് പൂക്കളും
പച്ച ക്രോട്ടൺസും ശേഖരിച്ചിരുന്നു. രാവിലെ ചാപ്പലിൽ സർവീസ് ഉണ്ടായിരുന്നു. ചാപ്പൽ ജനലുകളും മറ്റും ട്രൈ കളർ സാരി കൊണ്ടും പൂക്കൾ കൊണ്ടും ഓടി പിടിപ്പിച്ചിരുന്നു. എന്നിട്ട് പതാക ഉയർത്തലിൽ പ്രിൻസിപ്പാൾ പതാക ഉയർത്തിയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഞാനും പങ്കുകൊണ്ടിരുന്നു എന്ന ചിന്തയിൽ അഭിമാനവും ആനന്ദവും എനിക്കും അനുഭവിച്ചു. വൈകിട്ട് ഗ്രേറ്റ് ഹാളിൽ പബ്ലിക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു അധ്യക്ഷൻ. കോളേജ് ക്വയർ കാണാൻ കൊതിച്ചേറെ കാലം തപം ചെയ്ത കാലം സമാഗതമായി എന്ന പാട്ട് പാടി. ഞങ്ങളുടെ തലമുറ ഈ കഥകളൊക്കെ കേട്ടാണ് വളർന്നത്. അമ്മയൊക്കെ ഇതെല്ലാം അനുഭവിച്ചാണ് വളർന്നത്. ഇന്നത്തെ തലമുറ ഇതിൽ നിന്നൊക്കെ ഒത്തിരി അകന്നുപോയി. അതുകൊണ്ടാണ് അവർ പലതും പറയുന്നതും പല സ്പ്ലിറ്റ് ചെയ്യാനുള്ള ആലോചനകൾ അവർക്ക് ഉണ്ടാകുന്നതും. ഇതൊക്കെ അനുഭവിച്ചവർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കൂല. കാലം കാണാൻ കൊതിച്ചേറെ കാലം തപം ചെയ്ത കാലം സമാഗതമായി എന്ന പാട്ട് പാടിയപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ വൺസ് മോർ എന്ന് പറഞ്ഞു. വീണ്ടും ആ പാട്ട് പാടിച്ചു. മാമൻ കോശി സാറ്, പിൽക്കാലത്ത് പ്രസിദ്ധനായ പിയാനിസ്റ്റ് മിസ്റ്റർ ജിം, ഇവരൊക്കെ കൊയറിലുണ്ടായിരുന്നു. കോളേജ് മീറ്റിംഗിന് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം കോളേജ് സ്റ്റുഡൻസ്, സ്കൂൾ കുട്ടികൾ എല്ലാവരും ഉൾപ്പെട്ട ഒരു വലിയ ജാഥ വീണ്ടും ടൗൺ ചുറ്റി തിരുനക്കരയിൽ ഒത്തുചേർന്നിരുന്നു. ജാനുവരി 30 വൈകുന്നേരം മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടി ഓടി വന്ന് പറഞ്ഞു, ഗാന്ധിജിയെ വെടിവെച്ചു, കൊന്നു എന്ന്. അന്ന് ഇന്നത്തെ പോലെ റേഡിയോയും ടിവിയും ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും സ്തംഭിച്ചു പോയി. അപ്പോൾ തന്നെ രഘുപതി രാഘവ രാജാറാം എന്ന പാട്ട് കേട്ടു തുടങ്ങി. റോഡിൽ കൂടെ കറുത്ത ബാഡ്ജ് കുത്തിയ അനേകം സ്കൂട്ടറുകാർ, പുറകെ കറുത്ത കൊടി വെച്ച് അനേകം കാറുകൾ, ഒടുവിലായി ശവമഞ്ചം പോലെ ഒരുക്കിയ വാനിൽ രഘുപതി രാഘവ പാടിക്കൊണ്ട് സ്ത്രീകളും നിരനിരയായി കടന്നുപോയി. പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടതിനാൽ ഞങ്ങൾ എല്ലാവരും കണ്ണീർ. പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഗാന്ധിജിയുടെ ദഹന ദിവസം. വീണ്ടും ഞങ്ങൾ എല്ലാവരും മൗനജാതയായി കോട്ടയം തെരുവീതിയിലൂടെ പ്രദക്ഷിണം വെച്ചു. മുൻപിൽ കറുത്ത വേഷത്തിൽ 2 പേർ വലിയ ബാനർ പിടിച്ച് ജാഥയെ നയിച്ചു. ഗാന്ധിജി പാസ്റ്റ് അവേ, ഗാന്ധിജി ലിവ്സ് ഫോർ എവർ എന്നായിരുന്നു ബാനർ. എല്ലാവരും വെള്ളവസ്ത്രധാരികളായി പരിപൂർണ മൗനം പാലിച്ചാണ് നടന്നിരുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്ത് എല്ലാവരും നനഞ്ഞു കുളിച്ചാണ് നീങ്ങിയത്. പ്രകൃതി പോലും പൊട്ടിക്കരയുന്നത് പോലെ തോന്നി. റോഡിനിരുവശവും ചേർന്ന് കോട്ടയം നിവാസികൾ ദുഃഖത്തിൽ പങ്കുകൊണ്ട് നിന്നിരുന്നു. ഈ സംഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതിൽ പങ്കുകൊണ്ടിട്ടുണ്ടോ? ഞാൻ ഈ സംഭവത്തിൽ പങ്കുകൊണ്ടിട്ടില്ല. പങ്കുകൊണ്ട ആളുകൾ വളരെ കുറച്ചേ ഇന്ന് കാണുകയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ നമ്മൾ എല്ലാവരും അറിയണം. ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ആളുകൾ എത്രയൊക്കെ സാക്രിഫൈസ് ചെയ്താണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. എൻ്റെ അമ്മ അധികം സാക്രിഫൈസ് ചെയ്തില്ലായിരിക്കാം, എന്നാൽ എൻ്റെ അമ്മയുടെ അമ്മ വളരെയധികം ദുഃഖം അനുഭവിച്ചു. അമ്മയുടെ ഒരു മകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന എൻ്റെ അങ്കിൾ മത്തായി കുട്ടിച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കത്ത് എഴുതി, കൂട്ടുകാരൻ എഴുതി. അത് ബ്രിട്ടീഷ് സെക്യൂരിറ്റിയോ മറ്റോ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിക്കുന്നതാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി നോക്കി അതിൽ നിന്ന് ഇതുപോലെ എഴുത്തുകളൊക്കെ കറക്റ്റ് ചെയ്യുകയോ എന്തൊക്കെയോ ചെയ്തിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അന്നേരം എൻ്റെ അമ്മ അപ്പച്ചൻ അവിടെ ഇല്ല, വല്യപ്പച്ചൻ അവിടെ ഇല്ല. ഓടി നടന്ന് പലരെയും കണ്ടെങ്കിലും എല്ലാം നിഷ്ഫലമായിരുന്നു. കൊച്ചു കുട്ടിയാണ് അവനെ പിടിച്ചുകൊണ്ട് പോയത്. എന്നാൽ രോഗമുണ്ട്, ആസ്മയൊക്കെ ഉണ്ട ആളായിരുന്നു. പിടിച്ചുകൊണ്ടുപോയി. അന്നേരം ആദ്യമൊക്കെ ഒരാളിനെ ജയിലിലെ പുള്ളിയെ അടച്ചിരിക്കുന്ന സെല്ലിന്റെ പുറത്ത് കിടക്കാനായിട്ട് ഒരാളിനെ ഇവർ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിനെ നാഗർകോവിൽ ജയിലിലേക്ക് മാറ്റുകയും അവിടെ 2 വർഷം കഴിഞ്ഞ് വിടുകയും ചെയ്തു എന്നാണ്. അപ്പോഴത്തേക്ക് ചിലപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കാണും, വിടുവും എന്നാണ്. ഇത്രയൊക്കെ എനിക്ക് ആ കഥ അറിയാവൂ. അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, അവർക്ക് കഥ പൂർണ്ണമായിട്ട് അറിയാമായിരിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഒരു അങ്കിൾ INA-യിൽ ചേർന്ന്, ഗ്രേറ്റ് അങ്കിൾ INA-യിൽ ചേർന്ന് കുറച്ചു കാലം അദ്ദേഹത്തെ കാണാതെ പോയ ഒരു അനുഭവം. അവരുടെ കുടുംബമൊക്കെ ഒരുപാട് ദുഃഖിക്കുകയൊക്കെ വിഷമിക്കുക, ആങ്ഷ്യസ് ആകുകയൊക്കെ ചെയ്തു. ഇങ്ങനെ പല ആർമിയിൽ ഫൈറ്റ് ചെയ്യാൻ പോയവരും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി കഥകൾ നിറഞ്ഞതാണ് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മുടെ രാജ്യം ഒന്നിച്ചു നിന്ന് പരിശ്രമിച്ച കാലം. അതിൻ്റെ ഒരു ഓർമ്മ അമ്മ എഴുതി വെച്ചത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.